നമസ്കാരം. ഇടയ്ക്ക് നമ്മുടെ തലയ്ക്കകത്ത് എപ്പോഴും ഒരു കലപില സംഭവിക്കാറില്ലേ? ഒരു കുടുംബഴക്കോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് വരാറില്ലേ? അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ ഉള്ളിൽ രണ്ട് നദികൾ ഒഴുകുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ നദി, അത് ഭയങ്കര പവർഫുൾ ആണ്. അതുപോലെ തന്നെ എപ്പോഴും ബഹളമായിരിക്കും. അവൻ വീട് പണിതു, ഓക്കെ, ഇനി നീ എപ്പോഴാണ് പണിയാൻ പോകുന്നത്? അവൾക്ക് പ്രമോഷൻ കിട്ടി, അവർക്ക് കിട്ടിയാ ഇല്ലല്ലോ. മറ്റൊരു നദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൈലന്റ് ആണ്. അത് നിങ്ങളുടെ ഉള്ളിലെ സ്വന്തം ശബ്ദമാണ്. നമ്മളൊക്കെ മിക്കവാറും ആദ്യത്തെ നദിയിൽപ്പെട്ട് ഒഴുകി പോകുന്നവരാണ് അല്ലേ? ഒടുവിൽ കരയ്ക്കെത്തുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇത് എനിക്ക് വേണ്ടി അല്ലായിരുന്നല്ലോ എന്ന്. എന്ത് കാര്യം ചെയ്താലും അവസാനം നമ്മൾ എത്തുന്നുണ്ടല്ലോ, ഇത് എനിക്ക് വേണ്ടി ചെയ്താലല്ലോ എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തിന്റെ നദി ഉണ്ടല്ലോ, അത് ഭയങ്കര പവർഫുൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുറന്ന മറ്റുള്ളവരുടെ ടൂർ ഫോട്ടോസ്, ലിങ്കിൻ തുറന്ന മറ്റുള്ളവരുടെ ജോലി വിശേഷം, ഇത് കണ്ട് നമ്മൾ അറിയാതെ അങ്ങോട്ട് ഓടും. നമ്മൾ എഴുതാത്ത ഒരു സിനിമയിലെ വെറും എക്സ്ട്രാ നടനായി നമ്മൾ മാറും. കഷ്ടപ്പെട്ട് ഓടി അവസാനം എത്തുമ്പോൾ നമ്മളിലൊന്നും ഉണ്ടാവില്ല. കാരണം ആ ലക്ഷ്യം മറ്റാരും നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ സ്വന്തം കല്യാണത്തിന് പോലും മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഡ്രസ്സ് എടുത്ത് വിഷമിക്കുന്ന പല ആളുകളും നമ്മൾ ചുറ്റുപാടുണ്ട് ഇല്ലേ? ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കോമ്പസ് ഉണ്ട്. ഉള്ളിൽ ആ കോമ്പസ് അല്ലെങ്കിൽ ആ വഴി ഇവിടെ കണഞ്ഞു പോയാൽ പിന്നെ ജീവിതം ഫുള്ള് മൂടമയാണോ? എന്ത് തീരുമാനം എടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ നാട്ടുകാരോട് ചോദിക്കും. നമ്മുടെ മനസ്സ് പാവമാണ് അല്ലേ? അത് വളരെ വലിയ സംസാരിക്കും. ലോകത്തിന്റെ ബഹളത്തിൽ നമ്മൾ ആ പാവത്തിന് മൈൻഡില്ല. ആശയക്കുഴപ്പവും സങ്കടവും ഒക്കെ വരുന്നപ്പോഴാണ് രണ്ട് നദികളും കൂടി ഉള്ളിൽ കിടന്ന് കുസ്തി പിടിക്കുന്ന പോലെ തോന്നും. മനസ്സ് പറയുന്നത് കേൾക്കണോ അതോ അമ്മൂമ്മ അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വീട് അപ്പുറത്തുള്ള അമ്മയുടെ മോളത് പറയുന്നത് അപ്പോൾ അത് കേൾക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. എപ്പോഴാണ് നമ്മൾ ലോകത്തിന്റെ ബഹളം കുറച്ച് മാറ്റി വെച്ച് നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ശബ്ദത്തിനെ ചെവി കേൾക്കുന്നത്? അന്നാണ് നമ്മൾ ശരിക്കും ജീവിതം തുടങ്ങുന്നത്. അതിനകത്ത് ലോകത്തെ ഫുള്ളായിട്ട് വെറുക്കണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്നത് കേൾക്കേണ്ടതൊന്നുമല്ല. നാട്ടുകാർ പറയുന്നത് കേൾക്കാം എപ്പം അറിയാം, പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഓക്കെ വന്നാൽ മാത്രം അത് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ വേഷം കിട്ടുന്നത് നിർത്തുന്ന ദിവസം നമ്മൾ ഒരു പുതിയ മനുഷ്യനാകും. അത് നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങ് ആകാശത്തേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ലോകത്തിന്റെ അറിവും നിങ്ങളുടെ ഹൃദയത്തിന്റെ അറിവും രണ്ടും വേണം. ഇതിന് രണ്ടിനെയും നല്ലതും ചീത്തവും എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴും അത് എന്നെ ബാധിക്കാതെ നോക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഓരോന്നിനെയും കേൾക്കേണ്ട സമയം എപ്പോഴാണ് നമ്മൾ പഠിക്കണം. ഉദാഹരണത്തിന് പുറത്ത് നദി പറയും വേഗം ജോലിക്ക് പോകുന്നത്, അത് നല്ലതാണ്. പക്ഷേ ഉള്ളിൽ നദി എന്താ പറയുന്ന അറിയോ? ആ ജോലി നിനക്ക് സന്തോഷം തരുന്നില്ല എന്നാണ്. രണ്ടിനെയും കേട്ട് നടുവിലത്തെ വഴി തിരഞ്ഞെടുക്കുന്നതാണ് ശരിക്കുള്ള ബുദ്ധി. അതായത് ജോലിക്ക് പോകും വേണം, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ജോലി ആവും വേണം. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തണം. അതിന് കൂട്ടുകാരെ, നിങ്ങളുടെ ഉള്ളിലെ ആ സൈലന്റ് നദിയിലേക്ക് നോക്കൂ. ലോകം എന്ത് പറയട്ടെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് ഒരു തീരുമാനത്തിൽ എത്താതെ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ലാതെ നിങ്ങൾ ഇപ്പം ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അല്ല കിട്ടുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ബുക്ക് പേപ്പർ എടുക്കുക, എന്നിട്ടാണ് എഴുതുക. എനിക്കിത് വേണം, എനിക്കിത് വേണ്ട, എഴുതുക. സോട്ട് ചെയ്ത് അവസാനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എത്തും. ആ സമയത്ത് ശ്രദ്ധിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഈ വേൽമുരുക സെറ്റപ്പ് ഒക്കെ ഇട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. വേൽമുരുക പോയി തുള്ളേണ്ടി വരുന്നതിന് കൂടെ ചിലപ്പോൾ. അതുകൊണ്ട് അതിന് നിൽക്കാതെ സ്വന്തമായി ഒരു പീസ്ഫുൾ ആയിട്ട് സ്പേസിൽ ഇരുന്നിട്ട് തനിക്ക് വേണ്ടത് എന്താണ്, തനിക്ക് വേണ്ടാത്തത് എന്താണെന്ന് സോട്ട് ചെയ്ത് ഏറ്റവും അവസാനം നിങ്ങൾ എത്തുന്ന ഉത്തരം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.